ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് മറ്റൊരു നിർണായക മുന്നേറ്റത്തിന് സാധ്യത. യൂറോപ്യൻ രാജ്യമായ സൈപ്രസ് ഇന്ത്യയുടെ അത്യാധുനിക ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്കിടയിലാണ് സൈപ്രസ് ഈ ഒരു താൽപര്യം ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമെ തന്നെ ഇന്ത്യ വികസിപ്പിച്ച നാഗാസ്ത്ര 1, സ്കൈ സ്ട്രൈക്കർ എന്നീ ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻ ഡ്രോണുകളും സ്വന്തമാക്കാനാണ് ഇപ്പോൾ സൈപ്രസിന്റെ ശ്രമം. യുദ്ധ സാഹചര്യങ്ങൾ ദീർഘസമയം ലക്ഷ്യസ്ഥാനത്തേക്ക് നിരീക്ഷണം നടത്തിക്കൊണ്ട് കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഈ ഡ്രോണുകളായി അറിയപ്പെടുന്നത്. മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെയും അതേപോലെ ഇവരുടെ പദ്ധതിയുടെ അതായത് യൂറോപ്യൻ യൂണിയന്റെ സേഫ് എന്ന സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ച വായ്പാ സഹായം ഉപയോഗിച്ചായിരിക്കും ഈ ഒരു പ്രതിരോധ ഇടപാട് നടപ്പിലാക്കുക. ഈ നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം അനുഭവിക്കുന്നത് അയൽ രാജ്യമായ തുർക്കിയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ ദീർഘകാല തർക്കങ്ങളും സൈപ്രസ് തുർക്കി ബന്ധത്തിലെ സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ ബ്രഹ്മോസ് മേഖലയിലുള്ള അതീവ മിസൈലുകൾ സൈപ്രസിന് ലഭിക്കുന്ന മേഖലയിലെ സൈനിക സമവാക്യങ്ങളിൽ മാറ്റമുണ്ട് എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ശബ്ദ വേഗത്തിന്റെ ഏകദേശം 3 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പ്രവർത്തന സജ്ജമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്നവയാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും വ്യോമപാതയിലൂടെയും വിക്ഷേപിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി നയത്തിന് ഇതൊരു വലിയ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. നേരത്തെ ഫിലിപ്പീൻസ് ആകട്ടെ ഈ ബ്രഹ്മോസ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ വിപണിയിലേക്ക് പോലും ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യ പ്രവേശിക്കാനുള്ള സാധ്യതകൾ ശക്തമാവുകയാണ്. രാഷ്ട്രീയ സൈനിക വിശകലകർ പറയുന്നതനുസരിച്ച് ഈ ഒരു കരാർ യാഥാർത്ഥ്യമായാൽ അത് വെറും ഒരു ആയുധ വിൽപ്പന മാത്രമായിരിക്കില്ല. യൂറോപ്പിലെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചന കൂടിയായിരിക്കും എന്നതാണ്. തുർക്കിയുടെ ജനസംഖ്യ ഏകദേശം 8.79 കോടിയാണ് എങ്കിൽ സൈപ്രസിന്റേത് വെറും 13.8 ലക്ഷം മാത്രമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുർക്കി മാധ്യമങ്ങളിൽ ഈ സൈനിക ഇടപാടിനെ കുറിച്ച് അതായത് ഇതിനെ വില കുറച്ച് കാണാനുള്ള ശ്രമം നടത്തുന്നത്. അതിനാൽ തന്നെ സൈപ്രസിന് തങ്ങളെ നേരിടാൻ കഴിയില്ല എന്നതാണ് അവരുടെ വാദം. ജനസംഖ്യാ ബലവും മനുഷ്യശേഷിയും തങ്ങൾക്ക് അനുകൂലമാണ് എന്നും സ്ഥാപിക്കാനാണ് തുർക്കി പ്രതിരോധ വിശകലന വിദഗ്ധർ ശ്രമിക്കുന്നത്. 1997 റഷ്യൻ S-300 മിസൈൽ വാങ്ങാനാകട്ടെ സൈപ്രസ് ശ്രമിച്ചപ്പോൾ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾ ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നവയാണ്. സൈപ്രസിന്റെ തീരപ്രദേശങ്ങളിൽ കടന്നു കയറാൻ ശ്രമിച്ച കപ്പലുകൾക്ക് ഇവ വലിയ ഒരു ഭീഷണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും സൈപ്രസിന് വെല്ലുവിളി ഉയർത്തുന്നത് തുർക്കിയുടെ നാവികസേന തന്നെയാണ്. തീരസുരക്ഷ ഉറപ്പുവരുത്താൻ ബ്രഹ്മോസ് മിസൈലുകൾ എത്തുന്നതോടുകൂടി തന്നെ ഇത് കൂടുതൽ സൈപ്രസ് കൂടുതൽ ശക്തരായിരിക്കും. ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ തന്നെ സൈപ്രസും ഇന്ത്യൻ ആയുധങ്ങൾക്കായി രംഗത്തെത്തിയത് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമായി തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബ്രഹ്മോസിനെ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങൾക്ക് കൂടി എത്തിക്കാനുള്ള ശ്രമം ഇന്ത്യ ഇവിടെ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.